ഓക്കെ, അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന പിക്സൽ 7 എന്ന സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, അതുപോലെ തന്നെ എന്തൊക്കെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്ന സമയത്ത് 6.1 ഇഞ്ചസിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1080x2400 ആണ് പിക്സൽ റെസൊല്യൂഷൻ വന്നിട്ടുള്ളത്. സ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടി കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 8 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. വൈഡ് ആംഗിൾ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HD വീഡിയോസ് 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC ഒക്കെ അവൈലബിൾ ആണ്. Type-C 3.1 USB പോർട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂടൂത്തിന്റെ 5.2 വെർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അവൈലബിൾ ആണ്. ഇനി മെയിൻ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ ആണ് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. OIS ഈ ഒരു ക്യാമറയ്ക്കകത്ത് അവൈലബിൾ ആണ്. പിന്നീട് വരുന്നത് 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, അതിനോടൊപ്പം തന്നെ ഡുവൽ LED ഫ്ലാഷ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് 4K 30 അല്ലെങ്കിൽ 60 FPS-ലും HD വീഡിയോസ് 30 മിനിമം FPS തൊട്ട് മാക്സിമം 240 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ചിപ്സെറ്റ് വന്നിട്ടുള്ളത് ഗൂഗിളിന്റെ ടെൻസർ G2 എന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 7.9 ലാക്ക് എബവ് ആണ് അൺഡു സ്കോർ വന്നിട്ടുള്ളത്. 5nm ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒക്ടോകോർ CPU ആണ് വന്നിട്ടുള്ളത്. OS വന്നിട്ടുള്ളത് ആൻഡ്രോയിഡിന്റെ 13 വെർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. IP67 ഡസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4500 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. 18 വാട്ട്സിന്റെ വയർഡ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഫോൺ റിലീസ് ആകാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2023 മെയ് 10 തീയതിയാണ്. സോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് 35,000 രൂപയാണ്. ഓരോ വേരിയന്റ് അനുസരിച്ച് പ്രൈസ് കൂടാനുള്ള ചാൻസസും ഹൈ ആണ്. സോ ഒരു പ്രൈസ് പോയിന്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം മനോഹരമായിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഡിസ്പ്ലേ വൈസ് നോക്കിയാലും ഈവൻ ക്യാമറ, അതുപോലെ തന്നെ പ്രോസസർ എല്ലാം ആ ഒരു പ്രൈസ് പോയിന്റ് അത്യാവശ്യം മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിന് മികച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.